2025 പഠന ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 20 ചോദ്യോത്തരങ്ങൾ ഭാഗം 1. ചോദ്യം 1. എവിടെ മുതൽ എവിടെ വരെയുള്ള ഇസ്രായേൽ ജനമാണ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം ദാൻ മുതൽ ബേർഷേബ വരെ. ചോദ്യം 2. ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേൽ ജനത്തോട് ചേർന്നത് ഏത് ദേശക്കാരാണ്? ഉത്തരം ഗിലെയാദ് ദേശക്കാർ. ചോദ്യം 3. ഇസ്രായേൽ ജനവും ഗിലെയാദ് ദേശക്കാരും ആരുടെ മുമ്പിലാണ് ഒരുമിച്ച് കൂടിയത്? ഉത്തരം കർത്താവിന്റെ മുമ്പിൽ. ചോദ്യം 4. ഇസ്രായേൽ ജനവും ഗിലെയാദ് ദേശക്കാരും കർത്താവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത് എവിടെ? ഉത്തരം മിസ്പായിൽ. ചോദ്യം 5. ഇസ്രായേൽ ജനവും ഗിലെയാദ് ദേശക്കാരും കർത്താവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത് എപ്രകാരം? ഉത്തരം ഏക മനസ്സോടെ. ചോദ്യം 6. ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായത് ആരെല്ലാം? ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും. ചോദ്യം 7. ജനപ്രമാണികളും ഇസ്രായേൽ നേതാക്കന്മാരും ഹാജരായത് എവിടെ? ഉത്തരം ദൈവജനത്തിന്റെ സഭയിൽ. ചോദ്യം 8. കാലാൾപ്പടയിൽ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം 4 ലക്ഷം. ചോദ്യം 9. കാലാൾപ്പട ധരിച്ചിരുന്നത് എന്ത്? ഉത്തരം ഗണ്ഡധാരികളുടെ. ചോദ്യം 10. ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത് കേട്ടത്? ഉത്തരം മിസ്പായിലേക്ക്. ചോദ്യം 11. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്നത് കേട്ട ഗോത്രക്കാർ ആര്? ഉത്തരം ബെഞ്ചമിൻ. ചോദ്യം 12. ഇസ്രായേൽ ബെഞ്ചമിൻ ഗോത്രക്കാരോട് ആവശ്യപ്പെട്ടത് എന്ത്? ഉത്തരം ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക. ചോദ്യം 13. എവിടെ താനും തന്റെ ഉപനാരിയും താമസിക്കാൻ ചെന്നു എന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞത്? ഉത്തരം ഗിബെയായിൽ. ചോദ്യം 14. ആരുടെ അധീനതയിലുള്ളതാണ് ഗിബെയ? ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിന്റെ. ചോദ്യം 15. ഗിബെയായിൽ താനും തന്റെ ഉപനാരിയും എപ്പോൾ താമസിക്കാൻ ചെന്നു എന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞത്? ഉത്തരം രാത്രിയിൽ. ചോദ്യം 16. എവിടെയുള്ള ആളുകൾ വീട് വളഞ്ഞു എന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞത്? ഉത്തരം ഗിബെയായിൽ. ചോദ്യം 17. ഗിബെയായിലെ ആളുകൾ എന്തിന് വീട് വളഞ്ഞു എന്നാണ് ലേവ്യൻ പറയുന്നത്? ഉത്തരം തന്നെ കൊല്ലാൻ. ചോദ്യം 18. ആരെ അവർ ബലാത്സംഗം ചെയ്തു എന്നാണ് ലേവ്യൻ പറയുന്നത്? ഉത്തരം തന്റെ ഉപനാരിയെ. ചോദ്യം 19. തന്റെ ഉപനാരിയെ കഷ്ണങ്ങളായി മുറിച്ച് എവിടേക്കെല്ലാം കൊടുത്തയച്ചു എന്നാണ് ലേവ്യൻ പറയുന്നത്? ഉത്തരം ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം. ചോദ്യം 20. ഗിബെയക്കാർ ഇസ്രായേലിൽ എന്ത് കാണിച്ചിരിക്കുന്നു എന്നാണ് ലേവ്യൻ പറയുന്നത്? ഉത്തരം വലിയ മ്ലേച്ഛത. ചോദ്യം 21. ഗിബെയക്കാർ തന്നോട് ചെയ്ത മ്ലേച്ഛതയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇസ്രായേലിയരോട് ലേവ്യൻ ചോദിക്കുന്ന ചോദ്യം എന്ത്? ഉത്തരം അതുകൊണ്ട് ഇസ്രായേലിയരെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം? ചോദ്യം 22. ലേവ്യന്റെ വിവരണത്തിന് ശേഷം ഇസ്രായേൽക്കാർ ചെയ്തത് എന്ത്? ഉത്തരം ഏക മനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു. ചോദ്യം 23. ഇസ്രായേൽക്കാർ എപ്രകാരമാണ് എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തത്? ഉത്തരം ഏക മനസ്സായി. ചോദ്യം 23. തങ്ങളിൽ ഒരുവൻ പോലും എവിടേക്ക് മടങ്ങിപ്പോവുകയില്ല എന്നാണ് ഇസ്രായേൽക്കാർ ശപഥം ചെയ്തത്? ഉത്തരം കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ. ചോദ്യം 25. എപ്രകാരം ഗിബെയക്കാരെ ആക്രമിക്കാം എന്നാണ് ഇസ്രായേൽക്കാർ തീരുമാനിച്ചത്? ഉത്തരം നറുക്കിട്ട്. ചോദ്യം 26. ഏതിൽ നിന്നെല്ലാം ആളുകളെ തിരഞ്ഞെടുക്കാം എന്നാണ് ഇസ്രായേൽക്കാർ തീരുമാനിച്ചത്? ഉത്തരം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന്. ചോദ്യം 27. 100-ന് എത്ര പേരെ തിരഞ്ഞെടുക്കാം എന്നാണ് തീരുമാനിച്ചത്? ഉത്തരം 10. ചോദ്യം 28. 1000-ന് എത്ര പേരെ തിരഞ്ഞെടുക്കാം എന്നാണ് തീരുമാനിച്ചത്? ഉത്തരം 100. ചോദ്യം 29. 10,000-ന് എത്ര പേരെ തിരഞ്ഞെടുക്കാം എന്നാണ് തീരുമാനിച്ചത്? ഉത്തരം 1000. ചോദ്യം 30. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്തു കൊണ്ടുവരട്ടെ എന്നാണ് പറഞ്ഞത്? ഉത്തരം ഭക്ഷണം. ചോദ്യം 31. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആര് വരുമ്പോഴാണ് അവർക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ടത്? ഉത്തരം ജനങ്ങൾ വരുമ്പോൾ. ചോദ്യം 32.
ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാൻ വരുന്ന ജനങ്ങൾക്കാണ് ഭക്ഷണം കൊണ്ടുവരേണ്ടത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബെയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ. ചോദ്യം 33. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആര് ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോഴാണ് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബെയ നഗരം. ചോദ്യം 34. ആരാണ് ഒറ്റക്കെട്ടായി നിന്നത്? ഉത്തരം: ഇസ്രായേൽ ജനം മുഴുവൻ. ചോദ്യം 35. ഇസ്രായേൽ ജനം മുഴുവൻ എന്തിനെതിരെയാണ് ഒറ്റക്കെട്ടായി നിന്നത്? ഉത്തരം: പട്ടണത്തിനെതിരെ. ചോദ്യം 36. ഇസ്രായേൽ ഗോത്രങ്ങൾ ഏത് ഗോത്രത്തിലാണ് ദൂതന്മാരെ അയച്ച് അറിയിച്ചത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും. ചോദ്യം 37. ആരാണ് ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ച് അറിയിച്ചത്? ഉത്തരം: ഇസ്രായേൽ ഗോത്രങ്ങൾ. ചോദ്യം 38. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിൽ ദൂതന്മാരെ അയച്ച് അറിയിച്ചത് എന്ത്? ഉത്തരം: എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. ചോദ്യം 39. ഘോരമായ തിന്മ ബെഞ്ചമിൻ ഗോത്രത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ആരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ എന്നാണ് ഇസ്രായേൽ ഗോത്രം ബെഞ്ചമിൻ ഗോത്രത്തോട് പറയുന്നത്? ഉത്തരം: ഗിബെയയിലുള്ള ആ നീചന്മാരെ. ചോദ്യം 40. എന്തിനു വേണ്ടി ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ എന്നാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തോട് പറയുന്നത്? ഉത്തരം: ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന്. ചോദ്യം 41. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെ ദൂതന്മാരെ അയച്ച് അറിയിച്ചപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ ആരുടെ വാക്കുകളാണ് വകവെക്കാതിരുന്നത്? ഉത്തരം: സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ. ചോദ്യം 42. ആർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഒന്നിച്ചു കൂടിയത്? ഉത്തരം: ഇസ്രായേൽ ജനത്തിനെതിരെ. ചോദ്യം 43. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്നാണ് ഒരുമിച്ച് കൂടിയത്? ഉത്തരം: പട്ടണങ്ങളിൽ നിന്ന്. ചോദ്യം 44. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെയാണ് ഒന്നിച്ചു കൂടിയത്? ഉത്തരം: ഗിബെയയിൽ. ചോദ്യം 45. ഗിബെയ നിവാസികളിൽ നിന്ന് എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: 700. ചോദ്യം 46. 700 പ്രഗത്ഭന്മാർക്ക് പുറമെ എത്ര ബെഞ്ചമിൻ ഗോത്രജരും ഉണ്ടായിരുന്നു? ഉത്തരം: വാളെടുക്കാൻ പോന്ന 26,000. ചോദ്യം 47. 700 പ്രഗത്ഭന്മാർക്ക് പുറമെ ഉണ്ടായിരുന്ന 26,000 ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് നൽകുന്ന സവിശേഷത എന്ത്? ഉത്തരം: വാളെടുക്കാൻ പോന്ന. ചോദ്യം 48. ബെഞ്ചമിൻ ഗോത്രത്തിൽ എത്ര ഇടത് കയ്യന്മാരും ഉണ്ടായിരുന്നു? ഉത്തരം: 700. ചോദ്യം 49. ബെഞ്ചമിൻ ഗോത്രത്തിൽ ഉണ്ടായിരുന്ന പ്രഗത്ഭന്മാരായ 700 ഇടത് കയ്യന്മാരുടെ വിശേഷത എന്തായിരുന്നു? ഉത്തരം: ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ ആയിരുന്നു. ചോദ്യം 50. ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ മറുവശത്ത് എത്ര യോദ്ധാക്കളാണ് അണിനിന്നിരുന്നത്? ഉത്തരം: 4 ലക്ഷം. ചോദ്യം 51. ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ മറുവശത്ത് അണിനിരുന്ന 4 ലക്ഷം ഇസ്രായേൽ നേതാക്കൾക്ക് നൽകുന്ന വിശേഷണങ്ങൾ എന്ത്? ഉത്തരം: ഖണ്ഡധാരികൾ. ചോദ്യം 52. യുദ്ധത്തിനായി ഇസ്രായേൽ ജനം എത്തിയത് എവിടെ? ഉത്തരം: ബഥേലിൽ. ചോദ്യം 53. ബഥേലിൽ എത്തിയ ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എന്ത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന്. ചോദ്യം 54. ബെഞ്ചമിൻ എതിരെയുള്ള യുദ്ധത്തിൽ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം: യൂദ. ചോദ്യം 55. ഇസ്രായേൽ ജനം ആർക്കെതിരായാണ് പാളയമടിച്ചത്? ഉത്തരം: ഗിബെയായ്ക്ക്. ചോദ്യം 56. ഇസ്രായേൽ ജനം എപ്പോഴാണ് ഗിബെയക്കെതിരെ പാളയമടിച്ചത്? ഉത്തരം: രാവിലെ. ചോദ്യം 57. ഗിബെയായിൽ പാളയമടിച്ച ഇസ്രായേൽ ജനം ആർക്കെതിരെയാണ് യുദ്ധത്തിന് ഇറങ്ങിയത്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ. ചോദ്യം 58. തങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്ന എത്ര ഇസ്രായേൽക്കാരെയാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ അരിഞ്ഞു വീഴ്ത്തിയത്? ഉത്തരം: 22,000. ചോദ്യം 59. ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്ന് വന്നാണ് 22,000 ഇസ്രായേൽക്കാരെ അരിഞ്ഞു വീഴ്ത്തിയത്? ഉത്തരം: ഗിബെയായിൽ. ചോദ്യം 60. തങ്ങളിലെ അനേകം പേരെ ബെഞ്ചമിൻ ഗോത്രക്കാർ അരിഞ്ഞു വീഴ്ത്തിയെങ്കിലും ഇസ്രായേൽക്കാർ സംഭരിച്ചത് എന്ത്? ഉത്തരം: ധൈര്യം. ചോദ്യം 61. ധൈര്യം സംഭരിച്ച ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും അണിനിരന്നത് എവിടെ? ഉത്തരം: ആദ്യ ദിവസം അണിനിരന്നത്. 62.
എപ്പോൾ വരെയാണ് ഇസ്രായേൽ ഗോത്രക്കാർ കർത്താവിന്റെ മുൻപിൽ കരഞ്ഞത്? ഉത്തരം സായാഹ്നം വരെ. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: ആരുടെ അധീനതയിലുള്ളതാണ് ഗിബെയ? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ലോഗോസ് ക്വിസ് 2025 പഠന സഹായി PDF രൂപത്തിൽ ലഭ്യമാണ്. അതിനായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നന്ദി.